ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, പോസിറ്റീവ് ആയിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 2 ഓഫ് വാണ്ട്സ് ആണ്. ഇത് നമ്മൾ ഒരാളെ നോക്കിയിരിക്കുന്നതാണ്, ഒരാളെ അന്വേഷിക്കുക, ഒരാളുടെ വെയർ അബൌട്ട്സ് അന്വേഷിക്കുക. മോസ്റ്റ്ലി നിങ്ങൾ ടു ബി ഓണസ്റ്റ് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയാണോ നിങ്ങളൊരു വ്യക്തിയുമായിട്ട് അടുപ്പം സൂക്ഷിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിൽ ആ ആളുടെ വെയർ അബൌട്ട്സ് അന്വേഷിക്കുന്ന എനർജിയാണ് ഈ 2 ഓഫ് വാണ്ട്സ്. മോസ്റ്റ്ലി അങ്ങനെയാണ് കാണുന്നത്. അതായത് അവരിടുന്ന സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ വരുന്ന ലാസ്റ്റ് സീൻ ആയിരിക്കാം, അവരുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, സ്റ്റേറ്റസ് ഉണ്ടോ, അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കത്തില്ലേ. അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് സെർച്ച് ചെയ്യുക, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സെർച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരാളെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന എനർജിയാണ് 2 ഓഫ് വാണ്ട്സ്. മോസ്റ്റ്ലി അതാണ്. ഇനി അതല്ലെങ്കിൽ നമ്മളൊരാളെക്കുറിച്ച് മറ്റൊരാളോട് അന്വേഷിക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളെക്കുറിച്ച് നമ്മൾ ഓൺലൈൻ സൈറ്റുകളിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും 2 ഓഫ് വാണ്ട്സിൽ വരും. പിന്നെ നമുക്ക് വിദേശത്തേക്ക് പോകാൻ, മോസ്റ്റ്ലി വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയായിരിക്കാം, ജോലിക്ക് വേണ്ടിയായിരിക്കാം പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത് യൂണിവേഴ്സിറ്റികൾ അന്വേഷിക്കും, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ അന്വേഷിക്കും, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവിടുത്തെ അക്കോമഡേഷൻ എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ. അത്തരത്തിൽ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ നിങ്ങളുടെ അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ജോലിക്ക് വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ വിദേശം മീൻസ് നമ്മുടെ നാട് വിട്ട് ഏത് ദേശമാകാം കേട്ടോ. അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ അത് പോകുന്നത് എങ്ങനെയാണ്, എപ്പോൾ പോകാൻ പറ്റും, എങ്ങനെ പോകാൻ പറ്റും, ആരുടെ കൂടെ പോകാൻ പറ്റും എന്നൊക്കെ നമ്മളിങ്ങനെ വിശദമായിട്ട് അന്വേഷിക്കുന്ന എനർജിയാണ് 2 ഓഫ് വാണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു അന്വേഷണത്തിൻ്റെ കാർഡാണ്. മോസ്റ്റ്ലി നമ്മളൊരു കാര്യം തുടങ്ങി അതിൻ്റെ നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് അന്വേഷിക്കുന്ന എനർജിയാണ് 2 ഓഫ് വാണ്ട്സ് കേട്ടോ. അപ്പോൾ കൂടുതലും ഒരാളുടെ സോഷ്യൽ മീഡിയ പേജസ്, വാട്സപ്പ് ആവാം, ഫേസ്ബുക്ക് ആവാം, ഇൻസ്റ്റഗ്രാം ആയിരിക്കാം. ഇനി അതല്ല നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഒരാളെ ആയിട്ട് കറസ്പോണ്ടൻസ് വെച്ചിരിക്കുന്നത്, മെയിലായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ആ കറസ്പോണ്ടൻസ് വെച്ചിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആ ആളെ കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന എനർജിയാണ് 2 ഓഫ് വാണ്ട്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് കാർഡ് 2 ഓഫ് വാണ്ട്സ്. ഏസ് ഓഫ് സോർഡ്സ് ഒരു ന്യൂ കോൺഫ്ലിക്റ്റ് ആണ്, ന്യൂ പ്രോജക്റ്റ് ആണ്, ന്യൂ ബേബി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം, പുതിയൊരു ആശയം മനസ്സിലേക്ക് വരുന്നതായിരിക്കാം, പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കാം. നിങ്ങൾ വളരെ സക്സസ്സിലേക്കാണ് പോകുന്നത്, പക്ഷേ ഇന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. സക്സസ്സിലേക്ക് പോകാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണിന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആശയം മനസ്സിലേക്ക് വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം തോന്നുവാണ്, ഇങ്ങനെ ഇത് പഠിച്ചാലോ എന്നൊരു തോന്നൽ മനസ്സിൽ വരുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് മെൻ്റൽ ക്ലാരിറ്റിയുടെ കാർഡാണ്. അതായത് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ മിസ്കമ്മ്യൂണിക്കേഷൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടായിരിക്കാം. അത്തരത്തിൽ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വരുന്നത് കൊണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് ഒരു സർജറിയുടെ കാർഡാണ്. മേ ബി ഒരു സർജറി പ്രിഫറൻസ് ഒക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈനറായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബോഡിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സർജറി ആയിരിക്കും നിങ്ങൾക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അഡ്മിറ്റ് ആവുന്നതായിരിക്കാം, സർജറി ചെയ്യണമെന്ന് അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ സർജറി കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ആളുകളായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. പിന്നെ ആയുധങ്ങൾ കൊണ്ട് മുറിവ് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളൊരു ജോലിയിലാണോ ഉള്ളതെങ്കിൽ അവിടെ വീണ്ടും ഒരു പുതിയ പ്രോജക്റ്റ്, ആ ജോലിയിൽ തന്നെ പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു മിഷൻ ഏറ്റെടുക്കുന്നതോ, നിങ്ങൾ ടീം ലീഡർ ആവുന്നതോ, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ടീം ലീഡർ ആവുന്നതോ ഒക്കെ ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതോ അത്തരത്തിലുള്ളൊരു കാര്യമായിരിക്കാം. പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട്. പിന്നെ ചില വഴക്കുണ്ടാക്കി നിൽക്കുന്ന ആളുകൾക്ക് വഴക്ക് കോംപ്രമൈസായിട്ട് ഒരു മെൻ്റൽ ക്ലാരിറ്റി തന്നെയാണ്. അവിടെ ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുമ്പോൾ ഒരു കോംപ്രമൈസ് ആവാനൊക്കെ സാധ്യതയുള്ളൊരു എനർജിയാണ് ഏസ് ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ്. ജഡ്ജ്മെൻറ്റ് ഇത് മോസ്റ്റ്ലി നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നതായിരിക്കാം.
ചിലപ്പോൾ ചില ആളുകളെ നിങ്ങൾ വിലയിരുത്തുന്നതായിരിക്കാം. ഇത് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചില ആളുകളെ നമ്മൾ സെർച്ച് ചെയ്യുന്നതായിരിക്കാം. ഈ ചില ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ വഴക്കുണ്ടാകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാകുന്നതായിരിക്കാം. പിന്നെ അത് എന്ത് ചെയ്യണം എന്നറിയാൻ നമ്മൾ ശങ്കിച്ച് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, വഴക്കുണ്ടായി പണങ്ങി പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത് തുടരണോ വേണ്ടയോ എന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു എനർജി ഇല്ല, ആ ഒരു എനർജിയാണ് ജഡ്ജ്മെൻറ്റ്. നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന എനർജിയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ശങ്കിച്ച് നിൽക്കുന്ന എനർജിയാണ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ. പിന്നെ നിങ്ങൾ ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, പള്ളിയിലോ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ വെച്ചിരിക്കുന്ന വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ, വഴിപാട് പറഞ്ഞിട്ട് കൊടുക്കാതെ ഇരുന്നിട്ട് ഉള്ള വഴിപാടുകളില്ലേ, അത് ഓർത്ത് ചെയ്യേണ്ട ഒരു ദിവസവും കൂടിയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ലൈഫിൽ കാണിച്ചു തരും. നിമിത്തം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിമിത്തം കാണിച്ചു തരും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഇന്ന ദിവസം പോയി അത് ചെയ്യേണ്ടതാണ് കേട്ടോ. ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടുക എന്നാണ്. വീണ്ടും ഒരു അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ്. അതായത് പക്ഷം ചേരാതെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെല്ലും പതിനും തിരിയുന്ന എനർജിയാണ്. ഇതൊരു വഴക്കാളി സ്വഭാവമുള്ളൊരു എനർജിയാണ്. ക്വീൻ ഓഫ് സോർട്സ് ആണ്. അതായത് സോഡ് എന്ന് വെച്ചാൽ ബൗദ്ധികതയുടെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എനർജിയാണ്, ഫെമിനൈൻ എനർജിയാണ് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. ഇത് വെട്ടൊന്നോ മുറി രണ്ട് ആ എനർജിയാണ് കേട്ടോ. അതായത് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടി തുണ്ടമാക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ എനർജിയാണ് കേട്ടോ. അത് ഒരു വഴക്കുണ്ടാക്കുന്ന എനർജിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരാളോട് മിണ്ടാൻ ചെന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മോളെ എന്ന് വിളിക്കുമ്പോൾ എന്താടാ എന്ന് ചോദിക്കത്തില്ലേ, ആ ഒരു എനർജിയാണ് ക്വീൻ ഓഫ് സോർട്സ് കേട്ടോ. അപ്പോൾ വഴക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങളെ തിരിച്ച് ആക്രോശിക്കുകയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, ചിലപ്പോൾ വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇപ്പം ചില ആളുകൾക്ക് അമ്മ വളരെ പാവമായിരിക്കും, ചിലരുടെ അമ്മ ഭയങ്കര കൺട്രോളിങ് ആയിരിക്കും. ഇതേ കാര്യമായിരിക്കും വൈഫിൻ്റെ കാര്യത്തിൽ. ചിലപ്പോൾ വളരെ പാവമായിരിക്കും, ചിലപ്പം നല്ല കൺട്രോളിങ് ആയിരിക്കും. അങ്ങനെ കൺട്രോളിങ് ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ അമ്മ, വൈഫ് അല്ലെങ്കിൽ സിസ്റ്റർ. അങ്ങനെയെങ്കിൽ അവിടെ ഒരു കൺട്രോളിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഫെമിനൈൻ എനർജിയാൽ നിയന്ത്രിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് ലവറാവാം, വൈഫാവാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, വൈഫ്, അങ്ങനെ നിങ്ങളുടെ ചുറ്റുവട്ടം നിൽക്കുന്ന ഫീമെയിൽ എനർജിക്ക് എന്നൊരു കൺട്രോളിങ് എനർജി ആയിരിക്കും. നിങ്ങൾക്കും അതേ എനർജി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ കൊച്ചു വഴക്കൊക്കെ ഉണ്ടാവാനുള്ളൊരു എനർജിയാണ് കേട്ടോ. ക്യൂൻ ഓഫ് സോർട്സ് പറഞ്ഞാൽ ഈ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന എനർജിയാണ്. ഇങ്ങനെ ചോദ്യം ചെയ്ത് വഴക്കുണ്ടാക്കുന്ന എനർജിയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നൈറ്റ് ഓഫ് സോർട്സ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാളൊക്കെയുണ്ടാവും, വാളം കൊണ്ട് വെട്ടാൻ നിൽക്കുവാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പം അങ്ങോട്ട് കൊടുക്കുന്ന അതേ എനർജിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ആക്രോശിച്ച് അതിനേക്കാൾ ആവേശത്തോടു കൂടി തിരിച്ചും വടിവെച്ച് അല്ലെങ്കിൽ വാൾ വെച്ച് വെട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റഡ് ആയിരിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ വഴക്കേറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, വേഗത കുറച്ച് വണ്ടി ഓടിക്കുക. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആവേശപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചാടി പുറപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ വലിയ ആത്മാർത്ഥതയൊന്നുമില്ല, ആവേശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശരിയാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങത്തില്ലേ, അങ്ങനെയുള്ളൊരു എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ചാടി പുറപ്പെടാൻ പാടില്ല, മുൻകോപം കൊണ്ട് ചാടി പുറപ്പെടാൻ പാടില്ല. പിന്നെ ആവേശം മൊത്ത് എടുത്ത് ചാടിയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അതുപോലെ വാഹനം ഓടിക്കുമ്പോഴും സൂക്ഷിക്കണം എന്നാണേ. പിന്നെ വളരെ ആവേശം, എല്ലാ കാര്യങ്ങളും വളരെ ആവേശം തോന്നാൻ സാധ്യത ഉണ്ടെന്നാണ് നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത്. അത് ഈ പറയുന്നതും വളരെ ആവേശപ്പെട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നൊരു എനർജിയാണ് കേട്ടോ. 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ്. അതായത് വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പോകാനായിട്ട് ഇനി എന്താണോ ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നതാണോ, വിസ വരാനാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ മെഡിക്കൽ പാസ്സാവുന്നതാണോ, അത്തരത്തിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടെല്ലാം പ്ലാൻ ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന എനർജിയാണ് കേട്ടോ. ചിലപ്പോൾ ഇപ്പം നാളെയോ മറ്റന്നാളൊക്കെ പോകേണ്ടവർ ഇന്നേ ദിവസം എന്ത് ചെയ്യും, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസിങ് നടത്തുന്നതോ പാക്ക് ചെയ്യുന്നതോ ഒക്കെ ആവാം. ഇത്തരത്തിലുള്ളൊരു എനർജിയാണ് 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഇനി വിദേശത്തേക്ക് പോകാനുള്ള ആളുകൾ ഈ 2 ഓഫ് വാണ്ടും 3 ഓഫ് വാണ്ടും കണ്ടില്ലേ, ഇത് രണ്ടും നമ്മൾ വെയർ അബൌട്ട്സ് അന്വേഷിക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്സും പ്രിപ്പറേഷൻസും നടത്തുന്നത് തന്നെയാണ് ഈ എനർജി എന്ന് പറയുന്നത് കേട്ടോ. 3 ഓഫ് വാണ്ട്സ്. നെക്സ്റ്റ് 7 ഓഫ് സോർട്സ് ആണ്. ഇത് 7 ഓഫ് സോർട്സ് പാസ്റ്റിലത്തെ ഒരു ചതിയാണ്. മേ ബി ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ
ഈ പറഞ്ഞ പോലെ ഇന്ന് സ്വാഡ് എനർജീസ് വളരെ കൂടുതലാണ്. ഒരു എവിടേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതുകൊണ്ടോ മിസ്കമ്മ്യൂണിക്കേഷൻ വന്നതുകൊണ്ടോ കള്ളം പറഞ്ഞതുകൊണ്ടോ അങ്ങനെയുള്ളൊരു വഴക്കിൻ്റെ സ്വഭാവം കാണുന്നുണ്ട് കൂടുതലും. ചതിച്ചു, പാസ്റ്റിൽ എന്തോ കാര്യം പറഞ്ഞ് ചതിച്ച ഒരു എനർജിയാണ് ഇത്. പാസ്റ്റിലത്തെ ചതിയാണ് 7 ഓഫ് സോഡ്. ഇത് കിങ് ഓഫ് സോഡ്സ് പറഞ്ഞാൽ ഇമ്പാർഷ്യൽ. ഈ ക്യൂൻ ഓഫ് സോഡും കിങ് ഓഫ് സോഡും നേരെ നേരെയാണ്. ഇത് കണ്ടോ, ഇവർ രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കാത്ത രണ്ടാൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഈ കിങ് ഓഫ് സോഡ് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, കിങ് ഓഫ് സോഡ് നേരെ നോക്കിയിരിക്കുന്ന ആളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, സ്റ്റെയറിങ് നേച്ചറാണ്, അതുപോലെ കുറച്ച് ഈഗോയിസ്റ്റ് ആണ്. മാത്രമല്ല ഇത് ഹെഡ് ഓവർ ഹാർട്ടാണ്. അപ്പോൾ നമ്മൾ നിഷ്പക്ഷമായിട്ട് തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ വൈകാരികമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം തീരുമാനം എടുക്കാൻ. കാരണം നമ്മൾ വൈകാരികമായിട്ട് ഒരാളെ ഫേവർ ചെയ്തൊരു തീരുമാനം എടുത്താൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് ആവശ്യമുള്ള ആൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, അവിടെ ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇന്നൊരു ആശയക്കുഴപ്പത്തിലേക്ക് വരുന്നതും തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നതുമാണ് ഈ എനർജീസ് എല്ലാം പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്തൊരു ചതിയെക്കുറിച്ച് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് മോസ്റ്റ്ലി കാണുന്നത്. വെരി ഗുഡ്, സബാഷ്. അടുത്ത ഡെവിളാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മൂന്നാമതുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ട് വഴക്കുണ്ടാവുന്നതാണ്. രണ്ടുപേർക്കും ഒരു സൈറ്റനിക് എനർജി ആയിരിക്കും. ഈ ഡെവിളിൻ്റെ രൂപം കണ്ടില്ലേ, ഈ ഡെവിളിനെ പോലെ തന്നെയാണ് ഈ മനുഷ്യരുടെയും രൂപം. കൊമ്പും വാലും ഒക്കെയുള്ള സൈറ്റൻ്റെ ഈ സാത്താൻ്റെ രൂപത്തിലേക്ക് മനുഷ്യർ മാറുന്നു. അതാണ് ഈ പറഞ്ഞ ഡബിൾ എനർജി എന്ന് പറയുന്നത്. അതായത് ഈ പ്രണയിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന മൂന്നാമതൊരാൾ, അവർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന, അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന, അവർക്കിടയിൽ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരിലേക്ക് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന മൂന്നാമത്തെ ആളുകളാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് മറ്റുള്ള ആളുകളുടെ സ്വാധീനം റിലേഷൻഷിപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വിസിബിൾ ആയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഭയങ്കരമായ ഒബ്സഷൻ ചില കാര്യങ്ങളോട് തോന്നുക, അത് മോസ്റ്റ്ലി സെക്ഷൽ ഒബ്സഷൻ ആയിരിക്കാം, ഡ്രഗ്സിനോടുള്ള ഒബ്സഷൻ ആയിരിക്കാം, അഡിക്ഷൻ ആൻഡ് ഒബ്സഷൻ ആണേ. പിന്നെന്തുവാ പിന്നെ മൊബൈലായിരിക്കാം, ഫുഡായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, വണ്ടിയായിരിക്കാം കേട്ടോ, വാഹനമായിട്ടുള്ള ഒബ്സഷൻ ആയിരിക്കും. അങ്ങനെ ഭയങ്കരമായ ഒബ്സഷൻ തോന്നുന്നത് കൊണ്ട് നമ്മളല്ലാതാവുന്ന ഒരു എനർജിയാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള ആളുകളെക്കുറിച്ച് മോശം പറയുക, ചിന്തിക്കുക. നമ്മൾ മനസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നമ്മളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ മാക്സിമം അവോയ്ഡ് ചെയ്ത് വെക്കണം ഇന്നത്തെ ദിവസം. ഇത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ മറ്റുള്ള ആളുകളുടെ സ്വാധീനം കാരണം ഒരാൾ ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ബന്ധങ്ങളിൽ കുറച്ചൊരു ശിഥിലത അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ വഴക്ക് ഉണ്ടാകുന്ന പോലെ കാണുന്നുണ്ട്. മൂന്നാമതുള്ള ആളുകളുടെ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമല്ല, മൂന്നാമതുള്ള ആളുകളുടെ പേര് പറഞ്ഞ വഴക്കുകൾ ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾസ്. പണം സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര മൂല്യമുള്ള പണത്തിന് എത്രത്തോളം മൂല്യത്തിൽ കാണുന്നു അത്രത്തോളം പണം നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് പേജ് ഓഫ് പെന്റക്കിൾസ്. അതുപോലെ പണത്തിനെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആളുകൾക്ക് കടം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം. കടം വാങ്ങിക്കുന്നതായിരിക്കാം, കടം കൊടുക്കുന്നതായിരിക്കാം. ധാരാളം പണം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ ആ പണത്തിനെ റിസ്ക്കുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അതൊക്കെയാണ് പേജ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. പണത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയും കൂടിയാണ് കേട്ടോ. പണം മാത്രമല്ല, ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതാണ്. അവരുടെ മൂല്യം മനസ്സിലാക്കുന്നത്. അവരില്ലാതെ വരുമ്പോഴാണ്, പണമായാലും പേഴ്സണായാലും ആളുകൾക്ക് ആൾ തന്നെ വേണം അല്ലേ, അതുപോലെ പണത്തിന് പണം തന്നെ വേണം. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരിക്കലും റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് ഇല്ലാതെ വരുമ്പോഴാണ് അവരുടെ മൂല്യം, പണത്തിൻ്റെയും ആളുകളുടെയൊക്കെ മൂല്യം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരത്തിൽ ആളുകളുടെ മൂല്യം മനസ്സിലാവുക, പണത്തിൻ്റെ മൂല്യം മനസ്സിലാവുക, അത്തരത്തിലുള്ളൊരു എനർജിയാണ്. പണത്തിന് വേണ്ടിയും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇന്ന് ധാരാളമായിട്ട് പണം വന്ന് ചേരുമെന്ന് കാണുന്നുണ്ട്. കാരണം ഇതൊരു കർഷകൻ്റെ കയ്യിലേക്ക് അയാളുടെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം വന്നു ചേരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ പണം വന്ന് ചേരുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക, വേണ്ട മൂല്യം കൊടുത്തതിനെ സ്വീകരിക്കുക, വേണ്ട മൂല്യം കൊടുത്തതിനെ പരിഗണിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പണം വരും, അതിനെ കൃത്യമായി വിനിയോഗിക്കുക എന്നാണ്. ബോട്ടം വന്നിരിക്കുന്ന മൂൺ എനർജിയാണ് കേട്ടോ. അപ്പോൾ മൂണെന്ന് പറയുന്നത് പേടിയുടെ കാർഡാണ്. അതുപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
പാസ്റ്റിനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പാസ്റ്റിൽ എന്തൊക്കെയോ സംഭവിച്ചത് നമുക്കൊരിക്കലും പാസ്റ്റിൽ പോയിട്ട് മായ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പ്രസൻറ്റിലുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കുക, അതിനെ നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. പാസ്റ്റിനെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് പറഞ്ഞൊരു മീനിങ് ഇവിടെ റെലവൻ്റ് അല്ല. നമ്മളതിൽ എത്ര ശ്രമിച്ചാലും പാസ്റ്റിൽ പോയിട്ട് നമുക്കൊരു കാര്യം തിരുത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണോ പേടി, ആ പേടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പേടി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മൂഡ് സ്വിങ്സ് വരുന്നത് മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ നെഗറ്റീവായിട്ട് പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് എണീറ്റ് മാറി വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മൂൺ എനർജി പറയുന്നത് കേട്ടോ. ഇത് ചിലപ്പോൾ ചിലരുടെ കള്ളത്തരം പൊളിയുന്നതാണ്. ചിലരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു നമ്മൾ പറയത്തില്ലേ ബൈപ്പോളാർ ഡിസീസ് ഉള്ളവരെന്നോ അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയത്തില്ലേ, അതായത് അവർ പുറമേ കാണുന്ന ഫേസ് അല്ലാതെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വേറൊരു ഫേസ് ഉണ്ട്. ശരിക്കും എല്ലാ മനുഷ്യർക്കും നമുക്കൊക്കെ 9 ഫേസുകളുണ്ടെന്നാണ് പറയുന്നത്. ഈച്ച് പേഴ്സണാലിറ്റി ഹാസ് 9 ഫേസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മുഖം മൂടി മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്താണോ നമ്മളിൽ നിന്ന് വേണ്ടത് ആ രീതിയിലായിരിക്കും നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 9 പേഴ്സണാലിറ്റീസ് നമുക്കുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഇന്ന് ഒരു മുഖം മൂടി അഴിഞ്ഞ് വീഴുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള എന്തോ ഒരു കള്ളത്തരം പൊളിയുന്നതോ ആകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇന്ന് പറയുന്നത്. മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും, അതിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരോടും വളരെ നൈസായിട്ട് പെരുമാറാനൊക്കെ ശ്രമിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഹാപ്പിനെസ് കൊടുത്താൽ ഹാപ്പിനെസ് കിട്ടും, ദേഷ്യം കൊടുത്താൽ ദേഷ്യം കിട്ടും, വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കിട്ടും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, നല്ല വൈബിലിരിക്കുക, നല്ല വൈബ് മേടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.